ഇന്നത്തെ 1 മണിക്കൂറിൻ്റെ വലിയൊരു എപ്പിസോഡിൽ ഒരു വലിയ സത്യം പുറത്ത് വരികയാണ്. ഒരു ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ, ഇവർ 4 പേരിൽ നികേഷിന് മാത്രം വേറെ അമ്മയാണെന്നുള്ള സത്യം. ശരിക്കും പറഞ്ഞാൽ ഇതൊരു വലിയ കഥയാണ്. ഇതിൻ്റെ പിന്നിൽ തീരെ പ്രതീക്ഷിക്കാത്ത, ആർക്കും അറിയാത്ത ഒരു വലിയ കഥയൊക്കെ ഉണ്ട്. പക്ഷെ അത് ഫുള്ളായിട്ട് ഇപ്പോൾ തന്നെ പറയുന്നില്ല. ഇപ്പോൾ തൽക്കാലം അറിയുന്നത് ഇത്ര മാത്രമാണ്: ഈ നികേഷിൻ്റെ അമ്മ വേറെയാണെന്നുള്ള വിവരം. അതായത് അമ്മയാണ്, ഇതാണ് ഞങ്ങളുടെ അമ്മ എന്നും പറഞ്ഞ് ഇവർ 4 പേരും വീട്ടിൽ ഫോട്ടോ ഒക്കെ വെച്ചിരിക്കുന്ന ഇവർ അമ്മയായിട്ട് കാണുന്ന ആ ഒരു അമ്മ സുഭാഷിൻ്റെയും സുധീഷിൻ്റെയും ഹരീഷിൻ്റെയും അമ്മയാണ്. പക്ഷേ നികേഷിന് അവരല്ല അമ്മ, വേറെയാണ് അമ്മ. അപ്പോൾ ഇവരുടെ അച്ഛനെ കുറിച്ചുള്ള കഥകളൊക്കെ നാട്ടുകാർ പറഞ്ഞു നടക്കുന്നത് ഇങ്ങനെയാണല്ലോ: ഇവരുടെ അമ്മയെ അച്ഛൻ കൊന്നു, അതിനുശേഷം ഒരു നോർത്ത് ഇന്ത്യൻ ലേഡിയെ കൊണ്ടുവന്നു, കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ അവരും എങ്ങോട്ടോ പോയി, അവർ മരിച്ചോ ജീവിച്ചിരിപ്പുണ്ടോ എന്നൊന്നും അറിയില്ല എന്നൊക്കെയാണല്ലോ അങ്ങനെ പറഞ്ഞു നടക്കുന്ന കഥ. സുഭാഷേട്ടനും അത് തന്നെയാണ് വിശ്വസിക്കുന്നത്, അതുകൊണ്ട് ബാക്കിയുള്ളവരും ആ ഒരു കഥ തന്നെയാണ് വിശ്വസിക്കുന്നത്. പക്ഷേ ശരിക്കും എന്താ ഉണ്ടായതെന്നുള്ളത് ആർക്കും അറിയില്ല. അപ്പോൾ അമ്മ മരിച്ച ശേഷം രണ്ടാമതായിട്ട് അച്ഛൻ കൊണ്ടുവന്ന ആ നോർത്ത് ഇന്ത്യൻ ലേഡി, അവരാണ് നികേഷിൻ്റെ അമ്മ. അതായത് ഏട്ടന്മാർക്ക് വേണമെങ്കിൽ ഒരു സ്റ്റെപ്പ് ബ്രദർ എന്ന് പറയാം നികേഷ്. അപ്പം അങ്ങനെ ഒരു സത്യം നികേഷ് മനസ്സിലാക്കുമ്പോൾ ഒരുപാട് വേദനിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഒരു വലിയ എപ്പിസോഡ് ആയതുകൊണ്ട് ആദ്യം നീതുവിൻ്റെ കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. നീതു കരഞ്ഞുകൊണ്ട് ഇവരുടെ വീട്ടിൽ വന്ന് ഹരീഷ് എൻ്റെ മുഖത്ത് നോക്കി ആ ചോദ്യം ചോദിച്ചു. അവൻ ഇങ്ങനെ ഒരു പൊട്ടനായി പോയല്ലോ, മണ്ടനായി പോയല്ലോ എന്നൊക്കെ പറഞ്ഞ് ചീത്ത വിളിച്ചിട്ട് കരഞ്ഞുകൊണ്ടൊക്കെ ഇറങ്ങി പോകുന്നുണ്ട്. അങ്ങനെ സുധീഷും നികേഷും പൊട്ടിച്ചിരിക്കുന്നുണ്ട് ഹരീഷിനെ ഓർത്ത്. സുഭാഷിന് ഒരുമാതിരി ചമ്മലാണ് തോന്നുന്നത്. അങ്ങനെ ഹരീഷ് വന്ന ശേഷം, എടാ എന്നാലും നീ ഇത്ര ഒരു മരപ്പൊട്ടനായി പോയല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇവരെല്ലാവരും കളിയാക്കുന്നുണ്ട്. സുഭാഷ് ഹരീഷിനെ വഴക്ക് പറയുന്നുണ്ട്. ആ കുട്ടിയുടെ മുഖത്ത് നോക്കി ഇങ്ങനെ ചോദിക്കാൻ നിനക്ക് എങ്ങനെ തോന്നിയടാ, എൻ്റെ പ്രായം എന്താ, ആ കുട്ടിയുടെ പ്രായം എന്താ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നിധിയും ഹരീഷിനോട് ഇങ്ങനെ ഉപദേശിക്കുന്നൊക്കെ ഉണ്ട്. നീതുവിനോട് അങ്ങനെ പറഞ്ഞത് ശരിയായില്ല, പറ്റുമെങ്കിൽ ഒരു സോറി പറഞ്ഞേക്കെന്ന് പറയുമ്പോൾ സോറി പറയാനായിട്ട് ഹരീഷ് പോകുന്നുണ്ട് നീതുവിൻ്റെ വീട്ടിലേക്ക്. അവിടെ വെച്ച് നീതു ഹരീഷിനെ കാണുമ്പോൾ, എന്താ വീണ്ടും എനിക്ക് കല്യാണം ആലോചിക്കാൻ വന്നതാണോ എന്നൊക്കെ പറഞ്ഞ് കുറേ ചീത്ത വിളിച്ച് കയ്യിലുള്ള ഡസ്റ്റ്ബിന്നിലുള്ള വേസ്റ്റ് മുഴുവൻ ഹരീഷിൻ്റെ തലയിലേക്ക് കൊട്ടുന്നുണ്ട്. ഇതൊക്കെ നമ്മുടെ സുധീഷ് അപ്പുറത്ത് നിന്ന് ഒളിച്ച് നിന്ന് കാണുന്നുണ്ട്. അങ്ങനെ അതിൻ്റെ പേരിൽ ഹരീഷിനെ സുധീഷ് ഒരുപാട് കളിയാക്കുന്നുണ്ട്. വീട്ടിൽ വന്ന് ഈ ഡസ്റ്റ്ബിന്നിൻ്റെ കഥയൊക്കെ പറഞ്ഞ് ഹരീഷിനെ എല്ലാവരും ചേർന്ന് കളിയാക്കുന്നുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നികേഷും നിധിയും പുറത്ത് പോയി കടയിൽ പോയിരിക്കുകയെന്ന് പറയുന്നത്. അങ്ങനെ അവർ തിരിച്ചു വരുമ്പോൾ ഇൻഡക്ഷൻ സ്റ്റൗ കൊണ്ടുവരികയാണ്. എന്താണെന്ന് വെച്ചാൽ, ഈ ഗ്യാസ് തീരുമ്പോൾ സുഭാഷേട്ടൻ വിറകടുപ്പിൽ കുക്ക് ചെയ്ത് കഷ്ടപ്പെടുകയാണല്ലോ. അപ്പോൾ അത് കണ്ട നിധി ആ ഒരു കഷ്ടം മനസ്സിലാക്കി സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് യൂസ് ചെയ്യാനായിട്ട് ഒരു ഇൻഡക്ഷൻ സ്റ്റൗ വാങ്ങിച്ചുകൊണ്ട് വരികയാണ്. അങ്ങനെ സുഭാഷേട്ടന് വേണ്ടി ഇത് ചെയ്യാൻ നിങ്ങൾക്കാർക്കും തോന്നിയില്ലല്ലോ എന്നൊക്കെ നിധി പറയുന്നുണ്ട്. സുധീഷ് ഞാൻ ഇപ്പോൾ കൂടെ ഓർത്തതേ ഉള്ളൂ, ഇപ്പോൾ കടയിലോട്ട് ഇറങ്ങുമായിരുന്നു എന്നൊക്കെ ഡയലോഗൊക്കെ അടിക്കുന്നുണ്ട്. അങ്ങനെ എന്തായാലും സുഭാഷേട്ടന് സന്തോഷമായി. പക്ഷേ ഈ ഇൻഡക്ഷൻ സ്റ്റൗവിൽ സ്റ്റീൽ പാത്രങ്ങളെ വെക്കാൻ പറ്റുള്ളൂ, അതുകൊണ്ട് അങ്ങനെയുള്ള പാത്രങ്ങളൊന്നും ഇവിടെ ഇല്ലല്ലോ എന്ന് ഓർക്കുമ്പോഴാണ്, ട്രങ്ക് ബോക്സിനകത്തൊക്കെ എന്തൊക്കെയോ എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ, അതിലൊക്കെ ഒന്ന് തപ്പി തിരഞ്ഞ് നോക്കാം എന്ന് പറഞ്ഞ് ഇവർ ഈ പഴയ ബോക്സുകളൊക്കെ എടുത്ത്, പഴയ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടാവുമല്ലോ, അതുപോലെയുള്ള സാധനങ്ങളൊക്കെ ഉള്ള ബോക്സൊക്കെ എടുത്ത് വെച്ച് പഴയ സാധനങ്ങളൊക്കെ എടുത്ത് ഓർമ്മകളൊക്കെ ഇങ്ങനെ വീണ്ടും ഓർത്തുകൊണ്ടിരിക്കുകയാണ്. പഴയ സ്കൂൾ ബാഗ് കിട്ടുന്നുണ്ട്, യൂസ് ചെയ്ത പണ്ടത്തെ ഡ്രസ്സുകളൊക്കെ കിട്ടുന്നുണ്ട്, ബേബീസ് യൂസ് ചെയ്യുന്ന വാക്കർ കിട്ടുന്നുണ്ട്, പഴയ ഫോട്ടോസ് കിട്ടുന്നുണ്ട്. അങ്ങനെ ഓരോന്നെടുത്ത് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് പഴയ ഫോട്ടോസിൻ്റെ കൂടെ ഇവർ 4 പേര്, അതായത് സുഭാഷും സുധീഷും ഹരീഷും ഇവരുടെ അമ്മയും നിൽക്കുന്ന ഫോട്ടോ കാണുന്നത്. അങ്ങനെ ഇതാണ് ഞങ്ങളുടെ അമ്മ എന്നൊക്കെ പറഞ്ഞ് നിധിക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട് നികേഷ്. പക്ഷേ അമ്മയുടെ കൂടെ നിൽക്കുന്ന ഫോട്ടോ, നികേഷിൻ്റെ ഫോട്ടോ മാത്രം ഇല്ലല്ലോ എന്ന് നികേഷ് സങ്കടപ്പെടുന്നുണ്ട്, തിരഞ്ഞു നോക്കുന്നുണ്ട്. പക്ഷേ അമ്മയുടെ കൂടെ നികേഷ് നിൽക്കുന്ന ഫോട്ടോ മാത്രം ഇല്ല, ബാക്കി 3 പേര് അമ്മയുടെ കൂടെ നിൽക്കുന്നുണ്ട്. അങ്ങനെ അവസാനം നികേഷിൻ്റെ ഒരു ഫോട്ടോ കണ്ടുപിടിക്കുന്നു. അതിൽ പക്ഷേ ഇവർ 4 പേരും 4 ബ്രദേഴ്സാണ് നിൽക്കുന്നത്, അതിൽ അമ്മയില്ല. അപ്പോൾ അമ്മയുമായിട്ട് ഒന്നിച്ചുള്ള ഫോട്ടോ ഇല്ലല്ലോ എന്ന് നികേഷ് സങ്കടപ്പെടുകയാണ്. അപ്പോഴാണ് ഒരു നോർത്ത് ഇന്ത്യൻ ലേഡിയുടെ ഫോട്ടോ കാണുന്നത്. ഇതാരാ, നമ്മളുമായിട്ട് ഒരു ബന്ധമില്ലാത്തവരുടെ ഫോട്ടോ ഒക്കെ ഈ പെട്ടിയിൽ എങ്ങനെയാണ് വന്നത് എന്നൊക്കെ നികേഷ് ചോദിക്കുമ്പോൾ, ഇത് നമ്മളുടെ ചെറിയമ്മയല്ലേ, മറ്റേ ചെറിയമ്മ എന്നൊക്കെ പറഞ്ഞ് സുധീഷ് എന്തൊക്കെയോ കള്ളം പറഞ്ഞ് ഒപ്പിക്കുന്നുണ്ട്, ബാക്കിയുള്ളവർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതായത് അപ്പോൾ അറിയുന്നത് എന്താണെന്ന് വെച്ചാൽ, സുഭാഷും സുധീഷും ഹരീഷും ചേർന്ന് നികേഷ് അറിയാതെ എന്തോ ഒന്നും മറച്ചു വെക്കുന്ന പോലെയാണ് തോന്നുന്നത്. അങ്ങനെ ഇവരുടെ അച്ഛൻ്റെ പഴയ ഫോട്ടോസൊക്കെ കിട്ടുന്നുണ്ട്. അങ്ങനെ പിന്നെയും കുറേ തിരഞ്ഞു നോക്കുമ്പോഴാണ് ഈ നോർത്ത് ഇന്ത്യൻ ലേഡി കുഞ്ഞായിരിക്കുന്ന നികേഷിനെ എടുക്കുന്ന ഫോട്ടോ ആണ് കിട്ടുന്നത്. അപ്പോൾ അത് കണ്ട് നികേഷ് ഷോക്ക് ആവുന്നുണ്ട്. ഇവരെന്തിന് എന്നെ എടുക്കണം, ഓ ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇവരാരാന്ന്. നമ്മുടെ അമ്മ മരിച്ച ശേഷം അച്ഛൻ ഒരു നോർത്ത് ഇന്ത്യൻ ലേഡിയെ കൊണ്ടുവന്നതായിട്ട് എല്ലാവരും പറയുന്നുണ്ടല്ലോ, ആ നോർത്ത് ഇന്ത്യൻ ലേഡിയല്ലേ ഇവർ, സത്യം പറയുമെന്ന് പറഞ്ഞ് നികേഷ് ചോദിക്കാൻ പോകുന്നുണ്ട്. അങ്ങനെ ഇതിൻ്റെ പേരിൽ അച്ഛനോട് നികേഷ് വഴക്കിടാൻ പോകുന്നുണ്ട്. ഇവരുടെ കയ്യിൽ എന്നെ എന്തിനാ കൊടുത്തത്, ഇവരെന്തിനാ എന്നെ എടുക്കുന്നത്, എൻ്റെ അമ്മ എന്നെ എടുക്കുന്ന ഒരു ഫോട്ടോ പോലും ഇല്ല, പക്ഷേ ഇവരെന്തിനാണ് എൻ്റെ കൂടെ ഫോട്ടോ എടുത്തത് എന്നൊക്കെ ചോദിച്ചാൽ അച്ഛനോട് വഴക്കിടുന്നുണ്ട്. അപ്പോൾ അച്ഛൻ സത്യങ്ങളൊക്കെ തുറന്ന് പറയുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ, നിൻ്റെ അമ്മയാണ് നിന്നെ എടുത്തത്, വേറെ ആരുമല്ല. അവരുടെ അമ്മ അവരുടെ കൂടെ ഫോട്ടോ എടുത്തില്ലേ, അതുപോലെ നിൻ്റെ അമ്മ നിൻ്റെ കൂടെ ഫോട്ടോ എടുത്തു, അത്രേ ഉള്ളൂ എന്ന് പറയുമ്പോൾ നികേഷ് ആകെ തകർന്നു പോകുന്നുണ്ട്. അങ്ങനെ പിന്നീട് നികേഷ് ദുഃഖിക്കുന്നതും നികേഷിനെ എല്ലാവരും ചേർന്ന് സമാധാനിപ്പിക്കുന്നതും ഒക്കെയാണ് വരാനിരിക്കുന്നത്. പക്ഷേ ഇവരിപ്പോൾ എവിടെയാണ്, നികേഷിൻ്റെ അമ്മ ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചോ എന്നൊക്കെ നികേഷ് ചോദിക്കുമ്പോൾ എത്ര ചോദിച്ചിട്ടും ഒരക്ഷരം പോലും ഇവരുടെ ഭാസ്കരൻ അച്ഛൻ മിണ്ടാൻ പോകുന്നില്ല. ഇതിൻ്റെ പിന്നിൽ ഒരു വലിയ കഥ തന്നെയുണ്ട്. പക്ഷേ ഇപ്പോൾ അതൊന്നും അദ്ദേഹം ആരോടും പറയുന്നില്ല. ഇനിയിപ്പോൾ സത്യം അറിയുന്നതോടുകൂടി നികേഷിൻ്റെ റിയാക്ഷൻ, പിന്നെ സുഭാഷേട്ടൻ്റെ, സുധീഷിൻ്റെ, ഹരീഷിൻ്റെ ഒക്കെ റിയാക്ഷനൊക്കെ ഭയങ്കര ഇമോഷണൽ ആയിട്ടൊക്കെ കാണിക്കാൻ പോവുകയാണ്. എല്ലാം നമുക്ക് കാത്തിരുന്ന് കാണാം. താങ്ക് യു, ബൈ.